എന്തുകൊണ്ടാണ് ബൾക്കിംഗ് ഓർ റോങ് മെത്തേഡ് എന്ന് പറയുവാൻ കാരണം? ബൾക്കിംഗ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ മസിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടത്? നിങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ പല ട്രെയിനർമാരും നിങ്ങളോട് പറയും ധാരാളം ഭക്ഷണം കഴിച്ച് ബൾക്കിയായിട്ട് വരണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഡു യു റിയലി നീഡ് ടു ബൾക്ക് യുവർ ബോഡി? ധാരാളം ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മസിൽസ് ഏതാ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നില്ലെന്ന്. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരം ബൾക്കി ആയിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഓവർ വെയിറ്റ് ആയി മാറുന്നു. നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഫാറ്റ് അടിഞ്ഞുകൂടുന്നു. അപ്പൊ അത് അപകടത്തിലേക്കാണ് നയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഓവർ ഈറ്റിംഗ് ഡസൻറ്റ് ബിൽഡ് ദ മസിൽസ്. ആധുനിക സ്റ്റഡി പ്രകാരം ആവറേജ് മനുഷ്യന്റെ ഒരു ദിവസത്തിന് പ്രവർത്തനമായ ഊർജം അതിന് പറയുന്നതാണ് മെയിൻ്റനൻസ് കലോറി. ആ കലോറിയേക്കാൾ 200 കലോറീസ് കുറവാണ് ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്കിൽ തന്നെയും അവിടെ മസിൽ ലോസ് ഉണ്ടാവുന്നില്ല. അതിനു പകരം അവിടെ മസിൽസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാലറീസ് ഡെഫിഷ്യന്റ് ഭക്ഷണം കഴിച്ചാൽ മസിൽസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുകയും അതുപോലെ തന്നെ ഫാറ്റ് കുറയുകയും ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതെല്ലാവർക്കും പറ്റുന്ന ഒരു മെത്തേഡാണോ? അപ്പം അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ സാധാരണ ശരീരപ്രകൃതിയും ജിമ്മിൽ ആദ്യമായി പോകുന്ന വ്യക്തിയാണെങ്കിൽ ജിമ്മിൽ പോയി വെയിറ്റ് ഉപയോഗിച്ച് തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിന് മാറ്റം കാണാൻ കഴിയും. ഈ സമയത്ത് നമുക്ക് ബൾക്കിംഗ് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. അതിന് കാരണം ഒരു ബിഗിനർക്ക് മസിൽസ് ഗ്രോത്ത് സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്. ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് മസിൽസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് പറയുന്ന പേരാണ് ന്യൂ ബി ഗെയിൻ എന്ന്. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ലേറ്റർ ആയിട്ട് പറയുന്നതാണ്. അപ്പം അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞത് നമ്മൾ ബിഗിനർ സ്റ്റേജ് എന്നുള്ള കാര്യമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനുശേഷം ബൾക്കിംഗ് നമുക്ക് ഗുണം ചെയ്യുമോ? ഒരു പുതിയ പഠന പ്രകാരം ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിയുടെ ബിഗിനിങ് സ്റ്റേജ് കഴിഞ്ഞാൽ ഡെയിലി മെയിൻ്റനൻസ് ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് കയറുന്നില്ല, മസിൽസ് ഡെവലപ്മെൻറ്റ് കറക്റ്റായിട്ട് നടക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ അതിൽ കൂടുതൽ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ അത് മസിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുകയല്ല ചെയ്യണത്, ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് സ്റ്റോർ ചെയ്യാനാണ് സഹായിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? കൂടുതൽ ഭക്ഷണം കഴിച്ചതുകൊണ്ട് നമുക്ക് മസിൽസ് ഡെവലപ്പ് ചെയ്യാനും കഴിയില്ല, നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഫാറ്റ്സ് ഡെവലപ്പ് ചെയ്യാനും സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മസിൽ ഗ്രോത്ത് വളരെ സ്ലോലി ചെയ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണ്, പ്രത്യേകിച്ച് ബിഗിനർ സ്റ്റേജ് കഴിയുമ്പോൾ. ബിഗിനിങ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ മസിൽസിന്റെ ഗ്രോത്ത് വളരെ സ്ലോ ആയതുകൊണ്ട് ബൾക്കിംഗ് വഴി കഴിക്കുന്ന ഭക്ഷണം യഥാർത്ഥത്തിൽ മസിൽസ് വളരുവാൻ സഹായിക്കാതെ അത് ഫാറ്റായി നമ്മുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നു. ഫാറ്റ് കൂടുതൽ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് അത് മസിൽസിന്റെ ഡെവലപ്മെന്റിനെ കാര്യമായി ബാധിക്കുന്നതാണ്. ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ബൾക്കിങ്ങിന് വേണ്ടി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാനാണ് സഹായിക്കുന്നത്. ഒരിക്കലും മസിൽസ് ഡെവലപ്മെന്റിന് അവിടെ ഉപയോഗിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സർപ്ലസ് ഫുഡിൽ നിന്ന് നമ്മൾ കുറച്ച് ഭക്ഷണം വളരെ കുറച്ച് പെട്ടെന്ന് കുറയ്ക്കുകയാണെങ്കിൽ അത് മസിൽസ് ഗ്രോത്തിന് പകരം മസിൽ ലോസ് ആണ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോണ്ട് റഷ് ദ പ്രോസസ്. നിങ്ങളുടെ ഡയറ്റ് എക്സ്പീരിയൻസ് ലെവൽ അനുസരിച്ചും റിയാക്ഷൻ ടു ദ മസിൽസ് ഗ്രോത്ത് അനുസരിച്ചും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഒരു സംശയം വന്നില്ലേ, എത്ര കലോറീസ് ആണ് നിങ്ങൾ ഫാറ്റ് ലോസ് ഉണ്ടാവാനും മസിൽ ഡെവലപ്മെന്റിനും വേണ്ടി കഴിക്കേണ്ടതെന്നുള്ളത്? അതായത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ മന്ത്ലി 2% വെയിറ്റ് ഗെയിൻ ഉണ്ടാവാൻ വേണ്ടിയുള്ള ഭക്ഷണം കഴിക്കുക. 400 മുതൽ 500 കലോറീസ് സർപ്ലസ് ഭക്ഷണം സാധാരണക്കാരിൽ നിന്ന് കൂടുതൽ നിങ്ങൾ കഴിച്ചിരിക്കണം. ഈ പ്രോസസ്സ് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫാറ്റ് കൂടുന്ന സംശയം വന്നു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് സ്ലോ ആക്കി കുറയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പ്രോപ്പർ ട്രെയിനിങ് ആണ് നിങ്ങളുടെ ബിഗിനിങ് സ്റ്റേജിൽ ചെയ്യുന്നത് എങ്കിൽ അതിന് പറയുന്നതാണ് ന്യൂ ബി ഗെയിൻ എന്നുള്ളത്. അത് 1 കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്നു. നമ്മൾ ആദ്യം പറയേണ്ടതുണ്ട് 2% പെർ മന്ത് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്ന കലോറീസ് ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത്. അത് ബിഗിനിങ് സ്റ്റേജ് കഴിഞ്ഞാൽ അത് 1% കുറയ്ക്കുക. 200 കാലറീസ് കൂടുതൽ ഭക്ഷണം കഴിക്കാം. ഇതിന് പറയുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് സ്റ്റേജ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ അഡ്വാൻസ് സ്റ്റേജിൽ നിങ്ങൾക്ക് 0.5% തൊട്ട് 1% വരെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. 100 കാലറീസ് ഗെയിൻ ചെയ്യുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇത് എന്ന് വെച്ചാൽ കണ്ടമാനം ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു നേന്ത്രപ്പഴം കഴിച്ചാൽ നിങ്ങൾക്ക് 100 കാലറീസ് ഗെയിൻ ചെയ്യാൻ കഴിയുന്നു. ഈ രീതിയിൽ നിങ്ങൾ മസിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്യുക. അത് കൂടുതൽ കഴിക്കേണ്ട
ആവശ്യമില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഒരു പഴമോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള വസ്തുക്കളോ നമ്മൾ സാധാരണ ബോഡി മെയിൻ്റനൻസിന് കഴിക്കുന്ന ഭക്ഷണത്തേക്കാൾ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ കാലറീസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള സംശയം നമ്മുടെ മനസ്സിൽ വരും അല്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മുടെ വെയിറ്റ് എത്ര കൂടുന്നു എത്ര കുറയുന്നു എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആ ചെക്ക് ചെയ്യുമ്പോൾ ഒരു 5 കിലോ കൂടുതലാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കുറയ്ക്കണം. വെയിറ്റ് ലോസും സ്ട്രെങ്ത് ലോസ് ആണെങ്കിൽ നമ്മൾ ഭക്ഷണം കൂട്ടണം. നേച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണത്തിൽ നിന്ന് കൂടുതൽ പ്രോട്ടീൻ കിട്ടത്തക്ക വിധത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഒരു ബോഡി മെയിൻ്റനൻസ് ചെയ്യേണ്ട എത്ര കലോറീസ് ആണെന്നുള്ളത്. അതിന് ഒരു സാധാരണ വ്യക്തിയുടെ ഡേ ടു ഡേ ലൈഫിൽ വേണ്ടത് അയാളുടെ പ്രായം, അയാളുടെ മെറ്റബോളിസം, അതുമാതിരി തന്നെ ശരീരഘടന ഇതനുസരിച്ച് ഒരു സ്ത്രീക്ക് വേണ്ടത് 2000 കലോറീസ് ആണ്. അതുപോലെ തന്നെ പുരുഷന് വേണ്ടത് 2500 കലോറീസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് ഫാറ്റ് ലോസും മസിൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ കഴിക്കുന്നേക്കാൾ 200-300 കലോറീസ് കുറവ് കഴിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വേണ്ടത് മസിൽ ഗ്രോത്ത് ആണെങ്കിൽ ആദ്യം പറഞ്ഞ രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. ഇപ്പൊ ധാരാളം ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ധാരാളം എനർജി ആവശ്യമാണ്. അതുകൊണ്ട് പ്ലീസ് വാച്ച് ദിസ് വീഡിയോ. താങ്ക് യു.